ജാക്ലിനെ ജയിലിലിട്ടു. ഡെവിൽസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതുപോലെ റയാനെയും ജയിലിലിട്ടു. ഇന്നൊരു ട്വിസ്റ്റ് നടന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഗസ് ചെയ്തിട്ട് പോയ ആ ട്വിസ്റ്റ് തന്നെയാണ് ഇന്ന് നടന്നത്. കാരണം ഏഞ്ചൽസ് ഡെവിൽസും ആയി, ഡെവിൽസ് ഏഞ്ചൽസും ആയി. പക്ഷേ ഇന്നലെ നമുക്ക് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇമോഷണലി എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇമോഷണലി ഗെയിമിന് എടുക്കരുതെന്ന്. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് ഇന്നലെ പറഞ്ഞത്. ഇമോഷണലി എനിക്കത് കണ്ടപ്പം ഒരിത് വന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഗെയിം വ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇന്നലത്തെ ആ ഒരു വിഷയത്തിൽ ഞാൻ എതിർത്ത് പറഞ്ഞൊരു സാധനം, തറയിൽ നിന്ന് ചെളി വാരി വായി തേച്ചതും മുട്ടയുടെ തോട് വായിൽ വെച്ചതും. മുട്ട പൊട്ടിച്ചൊഴിച്ചതിനൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. മുട്ടയുടെ തോട് വായിൽ വെച്ചതിനും ചെളി വാരി തേച്ചതിനും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നിനും ഞാൻ പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ ഗെയിം വ്യൂ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ ഡെവിൾസ് ഏഞ്ചൽസ് ആയപ്പോഴത്തേക്കും അവരെ ശാന്തതയോടുകൂടി തന്നെ നിന്നു. പക്ഷെ ഇന്ന് എന്തോ ഒരു ഗുമ്മ തോന്നിയില്ല. കാരണം ഒട്ടുമേ ചെയ്യാത്ത പോലെ തോന്നി. അപ്പൊ അതിനെ അപേക്ഷിച്ച് വെച്ചാൽ ഇന്നലെ ആണെങ്കിൽ എത്ര അടിക്കടി പ്രൊമോ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇന്നൊരു രസം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഓളത്തിന് പിടിച്ചങ്ങ് പോയതാണ്. പിന്നെ ജാക്ലിനും സൗന്ദര്യം ടാസ്ക് ചെയ്യുന്നതിനിടയിൽ കൂടി അവരുടെ അസലി ക്യാരക്ടേഴ്സ് ഒക്കെ വെളിയിൽ വന്നു. ജാക്ലിനും ജെഫ്രി ഒരു ചെറിയൊരു ക്ലാഷ്, രഞ്ജിത്ത് ഇത്രയും ദിവസം അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്തിന്റെ മണ്ടയിലോട്ടുള്ള ഒരു ചാട്ടവും ഒക്കെ ആയിരുന്നു ഇന്ന്. പിന്നെ ജാക്ലിനും സൗന്ദര്യങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പിസം അത് ഭയങ്കര ശക്തമായിട്ട് വരികയാണ്. അത് ഇന്നത്തെ ദിവസം നമുക്ക് മനസ്സിലാവുന്ന സൗന്ദര്യയുടെ ഫുൾ സ്റ്റാർസും നഷ്ടപ്പെടുമ്പോൾ ജാക്ലിനെല്ലാം വലിച്ചെറിഞ്ഞ് പോകുന്നുണ്ട്. അത് വേറൊരു റീസൺ ഉണ്ടെങ്കിലും സൗന്ദര്യക്ക് കംപ്ലീറ്റ്ലി പോകുമ്പോഴാണ് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ജാക്ലിൻ പോകുന്നത്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 60 ഡിസംബർ 5 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ഇന്നലെ ഡെവിൾസിന് ടാസ്ക് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവരടുത്ത് തന്നെ ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾ ഡെവിൾസ് ആയിട്ട് ഇരുന്നിട്ട് ഒരു പരിപാടീസും ചെയ്യാത്ത ഒരാളെ ജയിലിലേക്ക് ഇടാൻ വേണ്ടി എല്ലാവരോടും നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത്. ഡെവിൾസ് മാത്രം ആലോചിച്ചാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ അതായത് ഡെവിലിൻ്റെ ഒരു ക്വാളിറ്റി ഇയാൾക്കില്ല, ഇയാളെ ഒന്നും ചെയ്തില്ല, വെറുതെയാണ് ഇവിടെ നിന്നത് എന്നുള്ള ഒരാളെ വേണം പറയാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും ഓരോ പേര് വിധം പറയുകയാണ്. മുത്ത് പറയുന്ന ടാസ്ക് ചെയ്യാതിരുന്നത് ജാക്ലിനും സൗന്ദര്യയാണ്. അത് എനിക്ക് പറയാനുള്ളത് സൗന്ദര്യയുടെ പേര് എന്ന് മുത്ത് പറയുന്നു. അപ്പോൾ ആരും പറയുന്നത് ഞാൻ ഇവിടുത്തെ ഇങ്ങനെ നീചമായിട്ടുള്ള ലെവലിൽ ഗെയിം കളിച്ച മഞ്ചരിയെ പറയുന്നു. അപ്പോൾ തർഷികൻ ഞാൻ ജാക്ലിനെ പറയുന്നു. മഞ്ചരി, എനിക്ക് 3 പേരുടെ പേര് പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ആരും ചടിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ 3 പേരുടെ പേരൊന്നും പറയാൻ പറ്റത്തില്ല, ഒരൊറ്റ ആളുടെ പേരെ പറയാൻ പറ്റത്തുള്ളൂ. നോമിനേറ്റ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ചരിയും അരുണും കൂടെ വഴക്കിടുവാണ്. മഞ്ചരി അരുണുമായിട്ട് ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് 2 പേർക്കും ഉണ്ട്. മഞ്ചരിക്ക് അരുണിൻ്റെ അടുത്തും അരുണിൻ്റെ മഞ്ചരി എടുത്ത് 2 പേർക്കും ഉണ്ട്. അപ്പോൾ മഞ്ചരി എനിക്ക് 3 പേരുടെ പേര് പറയാനുണ്ട്. ആക്ച്വലി എന്താ പറയാമെന്ന് 3 പേരുടെ പേരുണ്ട്, അതിൽ ഒരാളുടെ പേരെ സെലക്ട് ചെയ്ത് പറയാമെന്ന്. പക്ഷേ ഇത്രയും പറഞ്ഞിട്ട് അരുൺ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി ദേഷ്യപ്പെട്ട് അവസാനം മഞ്ചരി ജാക്ലിൻ്റെ പേര്, ദീപക് ജാക്ലിൻ്റെ പേര്, സൗന്ദര്യ റാണവിൻ്റെ പേര്, അരുൺ അന്നേരം വീണ്ടും പറയുന്നുണ്ട്, ഞാനിവിടെ ഇന്നലത്തെ ടാസ്കിൽ ഇവിടെ മുട്ട ഉടച്ചവരെ വായിലേക്ക് വീത്തി കൊടുത്തത്, തറയിൽ നിന്ന് വാരി തേച്ചത്, പിന്നെ ഓരോരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, വളരെ നീചമായിട്ട് പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടുള്ള മഞ്ചരിയുടെ പേര് ഞാൻ പറയുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ മഞ്ചരി പറയണേ, ഇത്രയും എക്സ്പ്രഷൻ തന്നിട്ട് എൻ്റെ പേര് പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇത്രയും എടുത്തെടുത്ത് എൻ്റെ പേര് പറഞ്ഞാൽ പോരെ, ഓക്കെ, പിന്നെ എന്തിനാണ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് പറയേണ്ട കാര്യം എന്താണ് എന്നെല്ലാം ചോദിക്കുന്നു. ഓക്കെ, ആ ഒരു അടിയൊക്കെ പൊട്ടി അതങ്ങ് ശാന്തമാവുന്നു. ജാക്ലിൻ നേരെ ജയിലിലേക്ക് പോകുന്നു. ബിഗ് ബോസ് ടാസ്ക് താൽക്കാലികമായിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു. ജാക്ലിൻ്റെ ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രം ക്യാപ്റ്റൻ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവന്ന് ജയിലിലിട്ട് പൂട്ടുക. ജയിൽ എവിടെയാണ്? ഗാർഡൻ ഏരിയയിലാണ്. അപ്പോൾ അടുത്ത ടാസ്ക് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണല്ലോ ഇന്നലെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്, നേരം വെളുത്തിട്ടില്ല. അപ്പോഴത്തേക്കും ദീപക് പറഞ്ഞു, ഇപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട, എങ്കിൽ പിന്നെ അത് പ്രശ്നമാണ്. കാരണം ടാസ്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇതിനേക്കാളും വലിയ വഴക്കമാണ്, മിണ്ടാതിരിക്കുക. അപ്പോൾ തർഷിക ഓടിപ്പോയി ജെഫ്രി സോറി, നിനക്ക് 10-ൽ കൂടുതൽ നിന്നെ പിടിക്കാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിപ്പോയി. അപ്പോൾ ജെഫ്രി കുഴപ്പമില്ല, ഞാൻ നേരത്തെ ടെൻഷനിൽ ദേഷ്യപ്പെട്ടാണ് അങ്ങ് കളയുന്നു. പിന്നീട് സത്യമായി അരുണും കൂടെ സംസാരിക്കുകയാണ്. സത്യം പറയണേ, എല്ലാവരുടെ ഉള്ളിലുള്ള എനിക്കിപ്പോൾ മനസ്സിലായി അരുണേ, എല്ലാവരെയും അസലി രൂപം പുറത്തു വന്നു. അപ്പോൾ അരുൺ, മഞ്ചരി ഒരു വൈറസ്. അപ്പം സത്യ, ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കരമായിട്ട് സഹിച്ച്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഒട്ടുമേ സഹിക്കാൻ പറ്റത്. അവസാനം ഞാൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേവ് അല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ വലിച്ചൂരി കളഞ്ഞിട്ട് വന്നത്. പിന്നെ റാണവ് ഇന്നലെ വന്ന് രാത്രി എടുത്ത് സോറി എല്ലാം പറഞ്ഞു എന്നിങ്ങനെ ഈ സത്യം പറയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽസിൽ ബെസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പം 2 ടീമും ഏഞ്ചൽസ് ആയി.
ആ ഏഞ്ചൽസിൽ ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും സത്യയാണെന്ന് പറയാം. കാരണം സത്യ എന്തെല്ലാം പ്രൊവോക്കേഷൻസ് ഇന്നലെ വന്നിട്ടും മാക്സിമം സത്യയുടെ 100% കൊടുത്ത് സത്യ പൊട്ടുന്നത് വരെയും നിന്നു. അവസാനം ഇല്ല ചെയ്യില്ല ആ ഒരു ലെവലിൽ സത്യയുടെ കാണാനും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെവിലില് എനിക്ക് തോന്നുന്നു ഡെവിലിൽ അത്യാവശ്യം നല്ല ലെവലിൽ പോയത് മഞ്ചരിയുടെ ആ ഒരു മുട്ടത്തോട് വായിൽ വെക്കുന്നത് ഒഴിച്ച് ഓക്കെ സമ്മതിക്കുന്നു. സാഹചര്യമാണെങ്കിൽ ആ മുട്ട എടുത്ത് തേച്ച് കൊടുക്കുന്ന ഒഴിച്ച് സമ്മതിക്കുന്നു. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗെയിമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം പിന്നീട് മഞ്ചരി റാണവിൻ്റെ സംസാരിക്കുന്നത്, എടാ അവൻ പലതും പറയാൻ സമ്മതിക്കുന്നില്ല. ആരും അവൻ എൻ്റെ ഗെയിം സ്പോയിൽ ചെയ്യാൻ വേണ്ടി എന്നെ താറടിക്കാനാണ് ചെയ്യുന്നത്. ഞാനിവിടെ മുട്ട തറയിൽ വീണിപ്പോൾ തേച്ചത് ഞാനായി, മുട്ട മൊത്തം ഇട്ടത് ഞാനായി, ഷാമ്പു തലയിൽ തേച്ചത് ഞാനായി, കണ്ടീഷണർ തലയിൽ. ഇപ്പോൾ ഇവരുടെ മൊത്തം ഡെവിലായവർ മൊത്തം ഉപദ്രവിച്ചത് മാത്രം ഇപ്പം ഞാൻ. ഇപ്പം എൻ്റെ പേര് മാത്രമേ ഉപദ്രവിച്ച ലിസ്റ്റിലുള്ളൂ, വേറെ ആരുടെ പേരില്ല. അപ്പം എന്നെ പുറത്ത് ആ രീതിക്ക് പോർട്രേറ്റ് ചെയ്യാനാണ് ഇവർ ഈ വേല ചെയ്യുന്നത്. അപ്പം ജാക്ലിൻ, സൗന്ദര്യ, ജെഫ്രി സംസാരിക്കുകയാണ്. അപ്പം ജാക്കിനും പറയുന്നത്, എടാ നീ ദേഷ്യം കാണിച്ചോടാ ജെഫ്രി, അൻഷിലെ നീയൊക്കെ തുടക്കത്തിലെ പൊട്ടി. അപ്പോഴത്തേക്കും ജെഫ്രി പറയാണ്, പിന്നെ എൻ്റെ ഹേർട്ട് അവിടെ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു, കാണുന്നില്ല ഇപ്പോൾ ഒരെണ്ണം. അപ്പോഴത്തേക്കും സൗന്ദര്യം പറയണം മഞ്ചരി ആയിരിക്കും എടുത്തോണ്ട് പോയത് എന്നെല്ലാം പറയുന്നു. കുറച്ച് കഴിയുന്നു തർഷികയുടെയും വിശാലിൻ്റെയും സല്ലാപമാണ്. സല്ലാപം എന്താണ്, ഞാൻ ടാസ്കിൽ അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്തോ, പേഴ്സണലായോ, പലരുടെയും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലിരുന്ന് സല്ലാപം. അതിനുശേഷം ജാക്കിലിൻ്റെ ജയിൽ ശിക്ഷ കഴിയുന്നു. നേരം വെളുക്കുമ്പോഴത്തേക്കും ഒരു കിടിക്കാച്ചി പാട്ടാണ്, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ട്യൂൺ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഇങ്ങനെ ആ പാട്ടാണെന്ന് കേൾക്കുന്നത്. പിന്നീട് തർഷികയും വിശാലും കൂടെ പതിവ് പോലെയുള്ള പ്രേമ സല്ലാപങ്ങൾ. നമ്മുടെ തർഷിക പറഞ്ഞിട്ട് കുറേ ടോപ്പിക്കുകൾ എനിക്കിങ്ങനെ ഉണ്ട്, പക്ഷെ ഞാൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഇന്നലെ കരഞ്ഞതുപോലെ അങ്ങ് കരയും. അപ്പോഴത്തേക്കും വിശാൽ, എടി നീ എന്താണ് പറയുന്നത്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എൻ്റെ വിഷയം ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. അപ്പോഴത്തേക്കും തർഷിക പറയുന്നു, ഇല്ലടാ എടാ നിന്റെ കേസിലല്ല ഞാനിങ്ങനെ ഇരിക്കുന്നു, നിന്റെ കേസിലല്ല എനിക്കിങ്ങനെ വിഷമം, അതല്ല. അപ്പോൾ വിശാൽ, എടി ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ വീണ്ടും പറയുന്ന കാര്യങ്ങൾ, പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഗെയിമിന് വേണ്ടിയിട്ടാണ്. ഗെയിമാണ് എന്നുണ്ടെങ്കിൽ ഗെയിമിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യണം. പക്ഷെ അത് അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അടിപൊളി എന്തൊക്കെ എപ്പിസോഡ് വിളിച്ചു വാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലൈവിൽ വേറെ ഏതെങ്കിലും ലെവലിലായിരിക്കും എപ്പിസോഡ് കട്ട് ചെയ്തല്ലേ വരുന്നത്. അപ്പം തർഷിക, എടാ നീ ഫ്രീ ആയിട്ട് വിട്, ഞാൻ നിന്റെ കേസ് ആലോചിച്ചുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. തുടക്കത്തിൽ എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ചേ ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നല്ല ഈ തർഷിക പറയുന്നു. അപ്പം ഞാനിങ്ങനെ ഇത് എന്നുള്ള ഒരു ലെവലാണ്. അപ്പം വിശാൽ പറയുന്നു, എടി ഞാൻ കാരണം നീ ഇവിടെ സഫർ ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ പുറത്ത് പോകുന്ന ആ ഡേയ്സിൽ നമ്മൾ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും നമുക്ക് അറിയത്തില്ല, അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യം. നിറയെ ഓപ്ഷൻസും ഉണ്ട് അതിനൊക്കെ. അത് മാത്രമല്ല ഈ സ്ഥലം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമല്ല, പക്ഷേ ഒരു ലിമിറ്റ് ഇല്ലാത്തൊരു ലെവലിലാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ ഉള്ളിലെ ട്രോമ, പണ്ട് എനിക്ക് ട്രോമയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ട്രോമ വീണ്ടും തിരിച്ചു വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ദയവ് കരുതി നീ തനിച്ചിരിക്കരുത്, നീ തനിച്ചിരുന്ന് കരയുകയോ വിഷമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ എൻ്റെ മണ്ടയിലാണ്. അപ്പം നീ ദയവ് കരുതി തനിച്ചിരിക്കരുത്, നിന്നെ ഞാൻ തനിച്ചിരിക്കാൻ വിടത്തില്ല. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും പവിത്രയെ കുറ്റം പറയാനോ എന്തായാലും നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കേട്ടോണ്ടിരുന്നോളാം എന്നെല്ലാം പറഞ്ഞ് അവർ തമ്മിൽ ഹഗ് ചെയ്തങ്ങ് കഴിയുമ്പോൾ തർഷിക പറഞ്ഞു, ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ അത് ലവ് ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സ്ഥിരം സല്ലാപം, കുൽസിതം ഇതൊക്കെ കണ്ട് എനിക്ക് ഒരുമാതിരി അങ്ങ് ക്രിഞ്ച് അടിച്ചു പോയി. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു, ഓരോരുത്തരുടെയും കയ്യിൽ എത്ര ഹാർട്ടുകളാണ് കിട്ടിയത്. ഹാർട്ടൊക്കെ പറിച്ചെടുത്തല്ലോ. ഡെവിൽസിന്റെ കയ്യിൽ എത്ര ഹാർട്ട് കിട്ടി. ദീപക്കിന്, അപ്പോൾ ദീപക്ക് പറയുന്നു 3 സൗന്ദര്യക്ക് 0, അരുണിന് 0, ജാക്കിലിന് 0. അടുത്ത് തർഷികയ്ക്കും റാണവിനും ഓരോന്ന് വെച്ച്, സാജനയ്ക്ക് 2 കിട്ടി, മഞ്ചരിക്കും മുത്തുവിനും 3 കിട്ടി, ദീപക്കിനും 3 കിട്ടി. അപ്പം അങ്ങനെയാണ് ഡെവിൽസിന്റെ കയ്യിലുള്ള ഹാർട്ട്. ഏഞ്ചൽസിൻ്റെ ബാക്കി ഇനി എത്ര ഹാർട്ട് ഉണ്ടെന്ന് ചോദിക്കുന്നു. റയാൻ്റെയിലും വിശാലിൻ്റെയിലും രഞ്ജിത്തിൻ്റെയിലും 3 വെച്ചുണ്ട്. ഇവരുടെ 3 പേരുടെ, റയാൻ, വിശാൽ, രഞ്ജിത്ത്, ഇവരുടെ 3 പേരുടെയും കയ്യിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിശാലിനെയൊന്നും ആരും ഒന്നും പറയണതേ ഞാൻ കണ്ടിട്ടില്ല, ലൈവിലും ഇല്ലായിരുന്നു, ഇന്നലെ എപ്പിസോഡിലും ഇല്ലായിരുന്നു, ഒന്നുമില്ല. വിശാലിനെയൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. റയാനെ പറഞ്ഞു, കുറച്ചൊക്കെ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ചു, റയാൻ കേട്ടു. രഞ്ജിത്തിനെ കൊണ്ടും കുറച്ച് ചെയ്യിപ്പിച്ചു, രഞ്ജിത്തൊക്കെ ക്ഷമയോടെ. പക്ഷേ വിശാലിനെ ആരും ഒന്നും പറഞ്ഞില്ല, തങ്കക്കുട്ടിയാണല്ലോ. ആനന്ദിയുടെ കയ്യിൽ 2 ഉണ്ട്. അപ്പം ബിഗ് ബോസ് പറയാണ് ലെവൽ 1 എൻഡ് ആയിരിക്കുന്നു, ലെവൽ 2 ഇനി സ്വാപ്പിംഗ് ആണ്. ഇനി ഇന്നലെ ആരൊക്കെയായിരുന്നോ ഡെവിൽസ് അവരിന്ന് ഏഞ്ചൽസ് ആണ്, ഇന്നലെ ആരൊക്കെയായിരുന്നോ ഏഞ്ചൽസ് അവരിന്ന് ഡെവിൽസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും മൊത്തം ഷോക്ക് ആവുകയാണ്. ദെൻ എന്ത് ചെയ്യുന്നു,
ടാസ്ക് തുടങ്ങുന്നു. ആനന്ദി തുടക്കത്തിൽ തന്നെ റാണവിനെടുത്ത് ഇരിക്കടാ അവിടെ, ഇരിക്ക്. അപ്പൊ റാണവ് കേൾക്കുന്നില്ല. റാണവ് അപ്പൊ തന്നെ പറിച്ചെടുക്കുന്നു. റാണവിന്റെ ഒരെണ്ണം വന്ന് പറിച്ചെടുക്കുന്നു. ഇന്നലത്തെ പോലെ ഒരു രസമില്ലടെ. ഇവരുടെ അടുത്ത് എന്തെങ്കിലും പറയും. ഇന്നലെ മറ്റവരങ്ങനെയല്ല, കുറെ സഹിക്കും, കുറെ ടാസ്ക് കൊടുക്കും, ഫിസിക്കലായിട്ടോ പ്രൊവോക്കേഷൻ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. പറയുന്നു, ചെയ്യുന്നില്ല, അപ്പൊ തന്നെ പറിച്ചെടുക്കുന്നു. അങ്ങനെ പറിച്ച് പറ എടുത്ത് പോവാണ്. അടുത്ത് സാജനയുടെ ഒരു സ്റ്റാർ ജെഫ്രി എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ വിളിച്ച് ക്യാമറയിലേക്ക് കാണിച്ചിട്ട് മഞ്ജരിയുടെ തലയിൽ നമ്മുടെ സത്യ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ വെള്ള ഡ്രസ്സാണ്. മഞ്ജരിയുടെ നെഞ്ചെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ ഒരു തുണിയൊക്കെ വെച്ച് സത്യ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത് അൻഷിത, സൗന്ദര്യ, ജാക്കിലിൻ, നീയൊക്കെ പുണ്യാത്മാക്കളാണ് അടി. ഇന്നലെ നീയൊക്കെ ഡബിൾസ് ആയപ്പോൾ എന്തൊക്കെ നിന്റെ വാ തുറക്കാൻ വയ്യായിരുന്നല്ലോ അടി. നിനക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അവിടെ നന്നായിട്ട് വാ തുറക്കാൻ അറിയാമെന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ആനന്ദിയെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് നിങ്ങൾ 3 പേരെ ടാർഗറ്റ് ചെയ്ത് സെലക്ട് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, വിശാലിൻ്റെ അടുത്ത് അല്ല റാണവിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും റാണവ് കേൾക്കുന്നില്ല. റാണവിൻ്റെ സ്റ്റാറുകൾ പറിച്ചെടുത്തിട്ട് റാണവ് പറയുന്ന കാര്യമൊന്നും കേൾക്കുന്നില്ല. വിശാൽ പോകുന്നു, എന്താടാ നിനക്ക് കേട്ടാൽ എന്ന് പറഞ്ഞിട്ട് റാണവിൻ്റെ സ്റ്റാറെല്ലാം പറിച്ചെടുക്കുന്നു. പലരും പറിച്ചെടുത്ത് റാണവിൻ്റെ 3 സ്റ്റാറും പോകുന്നു. പിന്നെ ഡബിൾസ് തമ്മിൽ ഡിസ്കസ് ചെയ്യാണ് ഏത് 3 പേരെ നമുക്ക് ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം റാണവ് ഒളിഞ്ഞെന്ന് കേൾക്കുവാണ്. അപ്പോൾ അൻഷിത പറയണം ക്യാപ്റ്റൻ ഇത് ഒട്ടും ശരിയുള്ള ഏർപ്പാടല്ല, ക്യാപ്റ്റൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ജെഫ്രി ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി റാണവിൻ്റെ പറയുന്നു. അപ്പോൾ സൗന്ദര്യ ഇവനെ എന്തായി കാണിക്കുന്നത്, ഇവൻ ഇൻഡീസെന്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നെല്ലാം പറയുന്നു. പിന്നീട് സാജന, തർഷിക, മഞ്ജരി ഇവരെ 3 പേരെയാണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇന്നലെ ഇവരെ ടാർഗറ്റ് ചെയ്തതും ഈ 3 പേരും തന്നെയാണല്ലോ, ബാക്കിയുള്ളവരൊന്നും അധികം ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പം ഈ 3 പേരെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, പുതിയ ഡബിൾ ടീം തീരുമാനിക്കുകയാണ്. അതിനുശേഷം തർഷികയെ സത്യയും അൻഷിതയും കൂടെ ചേർന്ന് പ്രൊവോക്ക് ചെയ്യാണ്. നീ ഇവിടെ എന്തിനാ വന്നത്, പ്രേമ നാടകം കളിക്കാനോ, നീ ഇവിടെ വല്ലതും ചെയ്യുന്നുണ്ടോ, എന്താണ് നിന്റെ അഭിപ്രായം, നീ ഇപ്പൊ പ്രേമത്തിൽ മാത്രം മുങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ തർഷിക ഒരുമാതിരി ആവുന്നുണ്ട്. അവസാനം ആനന്ദി എന്ത് ചെയ്യുന്നു, റാണവിന്റെ അതാണ് നീ ചിരി വന്നത്. ആനന്ദി ഈ റാണവ് എന്ത് ചെയ്യുന്നു, അൻഷിത ഒരാളുടെ കയ്യിൽ മഞ്ജരിയുടെ കയ്യിലെന്തോ പിടിച്ചിരിക്കണം, മഞ്ജരിയുടെ കൈയും വലിച്ചുകൊണ്ട് ഈ റാണവ് കൊണ്ടുപോകുമ്പോൾ റാണവിന്റെ മുഖത്ത് ഒരു വെള്ളം കൊണ്ടുവന്ന ഒരു ഒറ്റ ഒഴിപ്പ് ആനന്ദി. അപ്പൊ തന്നെ മൈക്കൊക്കെ നനയുന്നു. റാണവിന് അപ്പൊ തന്നെ പൊട്ടിയിരിക്കുകയാണ്. റാണവിന് നല്ല പൊട്ടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റാണവ് കാണിക്കുന്നുണ്ട്, പക്ഷെ പല വേയിലാണ് റാണവ് അത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആനന്ദി കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നു. എന്നിട്ട് സാജനയുടെ അടുത്തൊരെണ്ണം പറിച്ചെടുക്കുകയാണ്. സാജനെ വീണ്ടും അൻഷിത ട്രിഗർ ചെയ്യണം. എന്താണ് നീ ഇവിടെ ചെയ്തത്, ഒരാൾ ഇന്നലെ കത്തി എടുത്ത് നീ കൊണ്ടുപോയത് കുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചിട്ട് പ്രൊവോക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നീയും പ്രൊവോക്കായി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പറിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും സ്റ്റാറുകൾ തമ്മിൽ വലിയ ലെവലിലൊന്നും ഇല്ല. അടുത്ത സൗന്ദര്യയുടെ സ്റ്റാർ പറിച്ചെടുക്കാൻ ജെഫ്രി നോക്കുന്നു, ഇല്ല തരില്ല എന്നൊക്കെ പറയുന്നു. അടുത്ത ജെഫ്രി പറിച്ചെടുക്കുന്നു. ഓരോ തവണ സ്റ്റാർ പറിച്ചെടുക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ പാട്ട് കേൾക്കും. അത് റിയൽ ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ പാട്ട് കേൾക്കും. ഇന്നാണെങ്കിൽ ചറപറ പാട്ട് കേൾക്കുമായിരുന്നു. ഇന്നലെ ആണെങ്കിൽ പാട്ടൊക്കെ വളരെ കുറവായിരുന്നു. അടുത്ത് മഞ്ജരി പിടിച്ചു വെച്ച് എല്ലാവരുടെ സ്റ്റാർ പറിച്ചെടുക്കുന്നു. മഞ്ജരി 2 എണ്ണം മാത്രം ബാക്കിയാവുന്നു. അടുത്ത് ജെഫ്രി എന്ത് ചെയ്യുന്നു, വീണ്ടും മഞ്ജരിയുടെ പുറകെ നടക്കുവാണ് സ്റ്റാർ പറിച്ചെടുക്കാൻ. ജാക്കിലിൻ, റയാൻ, രഞ്ജിത്ത് ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഇനിയാണ് ഒരു സംസാരം വരുന്നത്. ജാക്കിലിൻ, റയാൻ, രഞ്ജിത്ത്, ജെഫ്രി ഇവരൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ജെഫ്രി പറയണം മഞ്ജരിയുടെ കയ്യിൽ 5 ഇതുണ്ട്, എന്ത് സ്റ്റാർ ഉണ്ട്. അപ്പോഴത്തേക്കും രഞ്ജിത്ത് പറയണ ജാക്കിലിനെ നിന്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റാർ നമുക്ക് ജെഫ്രിക്ക് കൊടുക്കാം. അപ്പോൾ ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ രഞ്ജിത്തിന് നാണമില്ലേ? കാരണം ഈ ആഴ്ച ജെഫ്രി ക്യാപ്റ്റൻ ആയതുകൊണ്ട് സേവാണ്, കഴിഞ്ഞ ആഴ്ച സേവാണ്, അതിന് മുന്നത്തെ ആഴ്ച എന്തോ സേവായിരുന്നു ജെഫ്രി. നോമിനേഷൻ ഈ ജെഫ്രിക്ക് എന്തിനു വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? രഞ്ജിത്ത് വാങ്ങിച്ചു വെച്ചോട്ടെ, ജെഫ്രിക്ക് വാങ്ങിച്ചു കൊടുക്കുക, ജെഫ്രിക്ക് കൊടുക്കാം. ഈ രഞ്ജിത്ത് പറഞ്ഞിട്ടപ്പോൾ തന്നെ കിടന്ന് കെഞ്ചുന്നു ഒരു സ്റ്റാറിന് വേണ്ടി. പ്രൊവോക്ക് ചെയ്ത് അവരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരുമ്പോഴാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ അതിന് വേണ്ടി കിടന്ന് കെഞ്ചുന്നു. അപ്പോൾ അടുത്ത് ജാക്കിലും പറയണം നീ ഗെയിം കളിക്കുകയാണോ, നിനക്ക് വേണമെങ്കിൽ ജെഫ്രി നിനക്കിത് പേഴ്സണലി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ തരാം, അല്ലാന്നുണ്ടെങ്കിൽ നീ ഗെയിം കളിച്ച് വാങ്ങില്ല. ഗെയിം വേറെ, നമ്മുടെ ടീം വേറെ, അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം നീ പ്രൊവോക്കായി നിന്റെ സ്ഥാനത്താ ബിഗ് ബോസ് ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ, നീ 5 മിനിറ്റിനകത്ത് പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ചു തരാം എന്ന് പറയുന്നു. അങ്ങനെ ജാക്കിലിൽ നിന്ന് ഒരുവിധം ജെഫ്രി പറിച്ചെടുക്കുന്നു. ഒരു സ്റ്റാർ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് മറ്റേ പാട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ജാക്കിലിന് തിരിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതേ സമയം സൗന്ദര്യയുടെ തലയിൽ ബക്കറ്റൊക്കെ ഇട്ട് സൗന്ദര്യയെ പ്രൊവോക്ക് ചെയ്ത് പാട്ട് കേൾക്കുന്നു. സൗന്ദര്യയുടെ സ്റ്റാറിൻ്റെ പാട്ടാണ് കേൾക്കുന്നത്. അപ്പം ജെഫ്രിയുടെ സ്റ്റാറിൻ്റെ പാട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അയ്യോ പാട്ട് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കിലിന് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ജാക്കിലിന് ദേഷ്യം വന്നു. അനാവശ്യമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 3 സ്റ്റാറും വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ജാക്കിലിൻ കയറി അകത്തോട്ട് പോവാണ്. ഇവൻ പറയുന്ന എല്ലാ കാര്യവും ഇപ്പം എനിക്ക് മനസ്സിലായി. ഇവൻ നോമിനേഷൻ ഫ്രീ പാസിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത്? രഞ്ജിത്താണ് എൻ്റെ അടുത്ത് നടന്ന് കൊള്ള 60 ദിവസത്തെ നിങ്ങളുടെ കളി ഞാൻ കണ്ട് മനസ്സിലായി എനിക്ക് നിങ്ങളെ.
അപ്പൊ ജാക്കലിനും വിശാലിനോട് പിന്നീട് സംസാരിക്കുകയാണ്. ജാക്കലിൻ പറഞ്ഞു ജെഫ്രിക്ക് ഫ്രീ പാസിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന് താണുകയാണ് അപേക്ഷിക്കുന്നത് രഞ്ജിത്ത് അണ്ണൻ. അപ്പൊ സൗന്ദര്യ മനസാക്ഷിയോടാ ജെഫ്രി, രഞ്ജിത്ത് അണ്ണ നിങ്ങളൊക്കെ ന്യായമായിട്ട് വാങ്ങ്, ഗെയിം കളിച്ച് വാങ്ങ് എന്നെല്ലാം പറയണം. പക്ഷെ ആക്ച്വലി ഇതിനകത്ത് നടന്നൊരു സംഭവം ഞാൻ പറയട്ടെ. സൗന്ദര്യയുടെ ലാസ്റ്റ് ഒരു ഒറ്റ സ്റ്റാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. സൗന്ദര്യയുടെ തലയിൽ ബക്കറ്റ് കൊണ്ടിട്ട് സൗന്ദര്യ പ്രവോക്ക് ആയപ്പോഴാണ്. പ്രവോക്ക് വലിയ ലെവലൊന്നും ആയാലും ഇവരെന്തെങ്കിലും പറയും. ഇന്നത്തെ പ്രവോക്കൊന്നും വലിയ ലെവലല്ലേ, അതാരും ആലോചിക്കരുത്. അപ്പോഴാണ് സൗന്ദര്യയുടെ 3 സ്റ്റാറും കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ജാക്കലിൻ മൊത്തം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. അത് ഈ സൗന്ദര്യ ജാക്കലിന് ഭയങ്കര കോർഡിനേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കണ്ടറിയാം. ഇനി ഇവരുടെയൊക്കെ ടീമിൽ നിന്നും ഇപ്പം റയാന്, ജെഫ്രി, ജാക്കലിൻ, സൗന്ദര്യ, രഞ്ജിത്ത്, ഇവർ ഇത്രയാണ് ഗോവ ഗ്യാങ്. ഇതിനകത്ത് രഞ്ജിത്തിന് വലിയ വിലയൊന്നും ഇല്ല, പുല്ല് വില കൽപ്പിച്ചിട്ടൊക്കെയാണ്. രഞ്ജിത്തിന്റെ എവിക്ഷൻ അല്ലാതെ വേറെ ആരെങ്കിലും എവിക്റ്റ് ആവുമ്പോഴാണ് ഇനി നമുക്ക് കാണാനുള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നു, സൗന്ദര്യ പറയണം എൻ്റെ തലയിൽ ബക്കറ്റ് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇതെങ്ങനെയാണ് വാങ്ങുന്നത്? ഓരോരുത്തരും ഓരോ ലെവലിൽ വല്ലോ ചെയ്യിപ്പിക്കുന്നുണ്ടോ? വിശാൽ പറയണം നീ ഒളിപ്പിച്ച് വെച്ചില്ലേടി നിന്റെ കയ്യിലുള്ളത്, അതുകൊണ്ടല്ലേടി അവൾ വാങ്ങിച്ചത്. ജാക്കലിൻ ഇതേ സമയം കരയുന്നു. കാരണം ജെഫ്രിക്ക് വേണ്ടി വന്നിരുന്ന് കെഞ്ചിയത് കൊണ്ടാണ് കിടന്ന് കരയുന്നത്. അടുത്ത് ജാക്കലിൻ റയാൻ്റെ പറഞ്ഞാടാ ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞു, ജെഫ്രിക്ക് വേണമെങ്കിൽ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, ഞാൻ അവരെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ വാങ്ങിച്ചത്. അപ്പം രഞ്ജിത്ത് നിനക്ക് വിഷമം വരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ പാസിൻ്റെ കേസൊക്കെ പറഞ്ഞത്, അതൊക്കെ എൻ്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കിടന്ന് രഞ്ജിത്ത് കിടന്ന് മെഴുകുന്ന ജാക്കലിൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എണ്ണ 60 ദിവസത്തെ നിങ്ങളുടെ ഗെയിം എനിക്ക് മനസ്സിലായി. അപ്പം രഞ്ജിത്ത് കുറച്ച് കഴിഞ്ഞ് സൗന്ദര്യ എടുത്ത് പറയാണ് സൗന്ദര്യ ഞാൻ ദേഷ്യപ്പെടുത്തിയില്ല, അവളെ ഞാൻ ദേഷ്യപ്പെടുത്തിയില്ല, ഞാൻ കൊടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവളെ വലിച്ചു വാരി എറിഞ്ഞിട്ട് പോയത്. കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മുടെ രഞ്ജിത്തനെ എനിക്ക് വേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് സ്റ്റാർ എല്ലാം കൂടെ പറക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. ജാക്കലിൻ ഇറങ്ങിയിട്ട് പോയ സ്റ്റാറൊക്കെ. കുറച്ച് കഴിഞ്ഞ് ജാക്കലിൻ, റയാൻ, ജെഫ്രി സംസാരിക്കുന്നു. ജാക്കലിൻ പറയണം എന്നെ മനഃപൂർവ്വമാണോ ജെഫ്രി നീ അന്നേരം നിനക്ക് വേണോ എന്നൊക്കെ ചെറിയ ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തിനാണ് എൻ്റെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്? രഞ്ജിത്താണ് എൻ്റെ അടുത്ത് കെഞ്ചി ചോദിച്ചുകൊണ്ടിരുന്നത് ജെഫ്രിക്ക് കൊടു എന്താ എനിക്കതൊക്കെ ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ അത്രയ്ക്കും തരം താന്നോ, നിങ്ങൾ ഗെയിം കളിച്ചല്ലേ വാങ്ങിക്കേണ്ടത് എന്നെല്ലാം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ജാക്കലിൻ കരയുവാണ്. പിന്നീട് ഒരുവിധം ഇതെല്ലാം കഴിഞ്ഞ് ജെഫ്രി പിണങ്ങി പോകുന്നു. ജെഫ്രി ഈ കേസ് കണ്ട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നതാണ്. ജെഫ്രി പിണങ്ങി പോകുമ്പോൾ അവസാനം കെട്ടിപ്പിടിച്ച് നീ എൻ്റെ അനിയനല്ലേ പൊന്നല്ലേ എന്ന് പറഞ്ഞ് ഉമ്മയും വെച്ച് കെട്ടിപ്പിടിച്ച് ഓക്കെ ജെഫ്രിയുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ആക്കുന്നു. അടുത്ത് രഞ്ജിത്തുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ആക്കി അണ്ണ ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പ്രശ്നം പഴയതുപോലെ ഗോവ ഗ്യാങ് സെറ്റ് ആവുന്നു. പിന്നീട് മഞ്ചരിയും ജെഫ്രിയും കൂടെ മഞ്ചരി ടാസ്ക് നടന്നുകൊടുക്കുക മഞ്ചരി എന്ന് പറയാണ് ഇവിടെ ടാസ്ക് ഉണ്ടായിട്ട് പോലും വീടൊന്നും ആക്റ്റീവ് അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും എന്ത് ചെയ്യാൻ പോവാണ്, ഇത്തവണത്തെ നിന്റെ പസിൽ ഒരെണ്ണം വലിച്ചു പൊട്ടിക്കാൻ പോവാണ്. വാ കാരണം ഈ ഇവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ജെഫ്രി പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് വീണ്ടും ഇവരുടെ കയ്യിൽ എത്ര ഹാർട്ട് കിട്ടിയെന്ന് ചോദിക്കുന്നു. രഞ്ജിത്തിൻ്റെ കയ്യിൽ, പവിത്രയുടെ കയ്യിൽ, ആനന്ദിയുടെ കയ്യിൽ 3 എണ്ണം വെച്ച് കിട്ടുന്നു. 3 ഹാർട്ട് വെച്ച് അവർ പറിച്ചെടുത്തിട്ടുണ്ട്. സത്യയുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, റയാൻ്റെ കയ്യിൽ 1 എണ്ണം ഉണ്ട്, വിശാലിൻ്റെ കയ്യിൽ 7 എണ്ണം ഉണ്ട്, അൻഷിതയുടെ കയ്യിൽ 0, ജെഫ്രിയുടെ കയ്യിൽ 5 എണ്ണം. ഇതാണ് സ്റ്റാറുകളുടെ എണ്ണം. അതിനുശേഷം ആരെയാണ് ഈ ഡെവിൽ ടീമിൽ നിന്നും ജയിലിൽ അടയ്ക്കുന്നത്? റയാനെയാണ്. റയാൻ്റെ ഉള്ളിൽ ഡെവിൽ ക്വാളിറ്റി ഒന്നും കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഏഞ്ചൽസിൻ്റെ അവിടെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റയാനെ കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നു. അപ്പം തന്നെ ടാസ്ക് എൻഡ് ആവുന്നു. പിന്നീട് അൻഷിത സംസാരിക്കുകയാണ് സൗന്ദര്യ ഇന്നലെ നിങ്ങൾ എന്നെ പറഞ്ഞ കാര്യം എനിക്ക് നല്ല ഹേർട്ടായി. ഏതാണ് മറ്റേ ചമ്മന്തി കേസായിരിക്കും, അതേ സൗന്ദര്യ പറയുന്നത് ഞാൻ കണ്ടുള്ളൂ. അപ്പം അതിനെ സോറി എടി നിനക്ക് ഹേർട്ടായെങ്കിൽ സോറി എന്ന് സൗന്ദര്യ പറയുന്നുണ്ട്. ജാക്കലിൻ്റെ അടുത്തും പോയിട്ട് ഹേർട്ടായി എന്ന് അൻഷിത പറയുന്നുണ്ട്. ഇപ്പം ജാക്കലിന് സോറി പറയുന്നുണ്ട്. മഞ്ചരി ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അൻഷിത പറയുന്നത്. മഞ്ചരി പറയുന്നത് സോറി എന്ന് വേണ്ടി ഞാൻ നിൻ്റെ അടുത്ത് സോറി പറയാനുണ്ട്, ഞാൻ എന്താണ് നിന്നെ അങ്ങനെയൊക്കെ ചെയ്തത്, നിന്നെ വെള്ളം കുടിപ്പിക്കാനൊന്നും അല്ല, ടാസ്ക്കാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അടുത്ത സാജന നിന്നെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ എനിക്കൊന്നുമില്ല അക്ക, എനിക്ക് ഹേർട്ടൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാജനെ കുട്ടിപ്പിശാചതൊക്കെ എന്തായാലും അൻഷി വിളിച്ചതല്ലേ. എന്നിട്ട് പിന്നീട് റയാനും ജാക്കലിനും ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ റയാൻ ജയിലിനകത്തും ജാക്കലിൻ ജയിലിൻ്റെ പുറത്ത്. റയാൻ പറയാണ് എന്തിന് അൻഷിത ഇപ്പോൾ എല്ലായിടത്തും ഈ 5 മണിക്കൂർ 6 മണിക്കൂർ മുമ്പ് പ്രശ്നം നടന്നിട്ട് സോറി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ജാക്കലിൻ പറഞ്ഞിട്ടാ അവൾ ഇന്നലെ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പൊട്ടിയില്ലേ, അപ്പോൾ ആ കേസ് കൊണ്ടായിരിക്കും, നമ്മളത് മനസ്സിലാക്കണ്ടേ എന്നെല്ലാം പറയുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്ന റിവ്യൂ. പറയാനൊന്നും ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഡെവിൽ ടീം വളരെ മോശമാണ്. അവർക്ക് കുറച്ചൊക്കെ പ്രൊവോക്കേഷൻസ് ആവാമായിരുന്നു. ഇന്നലെ അവർ ചെയ്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇന്നലെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയത് ഈ തലയിലുള്ള ചെളി വാരി തേച്ച്, മുട്ട താഴെ വീണ് സാധനം വാരി വാരി തേച്ചതും, പിന്നെ മുട്ടത്തോട്
മുട്ടത്തോട് സത്യയുടെ വായിൽ വെച്ച് കൊടുത്തു. ഈ 2 സാധനം മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞുള്ളൂ. ഇതല്ലാതെ അവർക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യായിരുന്നു, ഒന്നും ചെയ്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് കുറെ എന്റർടൈനിങ് ആയിട്ട് മുത്തുവും അരുണും ഒക്കെ പറയുന്ന കാര്യമൊക്കെ ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് ചാടിയൊക്കെ നടന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നോമിനേഷൻ ഫ്രീ പാസ് നാളെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്ന ആർക്ക് കിട്ടിയെന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞത് മഞ്ജരിക്ക് ആ സാധനം കിട്ടിയെന്നാണ്. നമുക്ക് നാളെ കാണാൻ പറ്റുമായിരിക്കും എപ്പിസോഡിൽ. പിന്നെ നാളെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ബെസ്റ്റ് പെർഫോമൻസ് ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ കാണും, ബോസ് പെർഫോമൻസിന്റെ നോമിനേഷൻ കാണും. 60 ദിവസം ആയിരിക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് പറയുക. എൻ്റെ റിവ്യൂ എങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യവും പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.